ആദ്യമേ സ്റ്റോറി പിന്നീട് ഒന്ന് പൊളിച്ചു മാറ്റി എന്ന് കേട്ടിരുന്നു. അല്ല, അത് ആക്ച്വലി സെൻസർ ഇഷ്യൂ അതൊന്നും ഒരു ബന്ധമില്ല. പക്ഷെ നമ്മൾ 2018 ഈ സിനിമയിൽ തോട്ട് സുരേഷേട്ടൻ പറയുന്ന അന്ന് തൊട്ട് നമ്മൾ ഏകദേശം ഒരു 8 വർഷം എടുത്തു ഇന്നിപ്പോ സിനിമ പുതിയ. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മൾ ഓരോ സിനിമകൾ വരും. അപ്പൊ നമുക്കറിയാലോ നമ്മളുടെ സിനിമയുടെ മെയിൻ പ്ലോട്ട് സെയിം തന്നെ. നമ്മുടെ നാട് ഇതെല്ലാം സെയിം, ഒരു വ്യത്യാസം. പക്ഷെ അതിന്റെ പ്ലേസ്മെന്റിൽ കുറെ വേരിയേഷൻസ് ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഓരോ വർഷം കൊടുത്തു വെച്ചാൽ ഒരു 2-3 വേരിയേഷൻസ് ഞാനും സുരേഷനും മാറ്റി ഞങ്ങൾ ഏകദേശം 3 ഡ്രാഫ്റ്റോളം ആക്കിയിട്ടാണ് നമ്മുടെ ഫൈനൽ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. അതിലേക്ക് എത്തിയിട്ട് പിന്നെ സബ് ലേയേഴ്സ് ഒക്കെ കുറെ ചേഞ്ചസ് ഒക്കെ വരുന്നത്. അതൊക്കെ ബേസിക്കലി കാലഘട്ടം ആവശ്യപ്പെട്ട മാറ്റങ്ങളാണ്. അതായത് മുന്നേ ഒരു സിനിമയുടെ ഒരു ബേസ് സെക്ഷൻ അങ്ങനെ വന്നെങ്കിൽ ഇനിയിപ്പോ നമ്മൾ അത് ഉപയോഗിക്കേണ്ട, പകരം അതിന്റെ പ്രമേയം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് വേറെ ഏരിയ വെക്കാം. പക്ഷെ നമ്മുടെ ബേസ് പ്ലോട്ട് സെയിം തന്നെയാണ്. പിന്നെ ഈ സെൻസറിന്റെ കാര്യം പറഞ്ഞത് അതും നമ്മുടെ കാലഘട്ടം ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, കേരളം ആക്ച്വലി 1957-58 കാലഘട്ടമൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാലോ, ഈ EMS ഭരണത്തിൽ വരുന്നത് നമ്മുടെ കേരളത്തിലേക്ക് ഏറ്റവും ചരിത്രപരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ കാലഘട്ടം നമ്മുടെ ബാക്ക്ഡ്രോപ്പിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടത് വരുന്നതുകൊണ്ട് ചെറിയ ചെറിയ പരാമർശങ്ങൾ, പേരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്വീക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കൺസേൺസ് മാത്രം ഉണ്ടായിരുന്നു സെൻസറിലാണ്. വേറെ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇവരെ നമുക്ക് ബേസിക്കലി ഉണ്ടായിരുന്ന ഇലക്ഷൻ വന്നതുകൊണ്ടാണ് നമുക്കത് ഒന്ന് മാറ്റി 10-ാം തീയതി വെച്ചത്. പക്ഷെ അപ്പോഴും നമുക്ക് സെൻസർ ഇട്ടാണ്ട് വന്നുകൊണ്ട് പിന്നീട് അത് നോക്കി 15-ലേക്ക് ആക്കിയാണ്.